കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മെത്രാന്മാരും വൈദികരും സന്യസ്തരും അൽമാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തിയ സിനഡിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച വത്തിക്കാനിൽ സമാപിച്ചു. അതിൽ പങ്കെടുത്ത കണ്ണൂർ രൂപത മെത്രാൻ അലക്സ് പിതാവിൻ്റെ ചില അനുഭവങ്ങൾ ഈ പ്രാവശ്യം ജീവനാഥത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ വലിയ ഗ്രൂപ്പിനെ 12 പേരുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി അവർ ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചു. ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും 4 മിനിറ്റ് നേരം സംസാരിക്കാനുള്ള സമയമുണ്ടായിരുന്നു. പിന്നീട് അത് ക്രോഡീകരിച്ച് പൊതുവായിട്ട് അവതരിപ്പിച്ചു. അലക്സ് പിതാവ് പറയുന്ന 2 അനുഭവങ്ങളുണ്ട്. ഒന്ന്, ആഫ്രിക്കയിലെ കുഗ്രാമത്തിൽ നിന്ന് വരുന്നൊരു അച്ഛൻ പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ്റെ 4 ഭാര്യമാരിൽ ഒരാളാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഒരു പാവമാണ്. ആ നാട്ടിലെ ആ സംസ്കാരം രീതികളിങ്ങനെ സ്വീകരിച്ചു പോകുന്നതേ ഉള്ളൂ. എൻ്റെ അമ്മയെ പോലെയുള്ളവർക്ക് എന്നാണ് സഭ ഒരു കിളിവാതിൽ തുറന്നിടുക. അമേരിക്കയിൽ പഠിക്കുന്ന പോളണ്ടുകാരിയായ ഒരു യുവതി പറഞ്ഞത് സ്വന്തം സഹോദരിയെക്കുറിച്ചാണ്. സഹോദരി ലെസ്ബിയനാണ്. അപ്പോൾ അവരുടെ അമ്മൂമ്മയുടെ ആണ്ട് നടത്താൻ ആലോചിച്ചപ്പോൾ എല്ലാവരും ക്ഷണിച്ചു, ഇവളെയും വിളിച്ചു. അപ്പോൾ ഇവള് കുമ്പസാരിക്കാൻ ഒരു പള്ളിയിൽ പോയി. പക്ഷേ അവിടെയുള്ള അച്ഛന് അവളെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അവൾക്കത് കൂടുതൽ മുറിവായി. പിന്നീട് അവൾ ആത്മഹത്യ ചെയ്യാണ്. ഇവർ ചോദിക്കുന്നു, എന്നാണ് സഭ ഇങ്ങനെയുള്ളവരെ സ്വീകരിക്കുന്നത്, അവരെ കേൾക്കുന്നത്? ഇന്ന് ഗോസ്പലിൽ ഈശോ പറയുന്നു, നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, നിങ്ങളൊക്കെ സഹോദരങ്ങളാണ്. ഇവിടെ വലിയവനോ ചെറിയവനോ എന്നുള്ളതല്ല, ഇവിടെ എല്ലാവരും ശുശ്രൂഷകനായിരിക്കണമെന്നാണ് പറയുക. നമ്മുടെ സഭയുടെ മേൽത്തട്ടിൽ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ളൊരു മേശ ഉണ്ടായി തുടങ്ങി, സംസാരം തുടങ്ങി. അങ്ങനെയെങ്കിൽ എന്നാണ് നമ്മുടെ ഇടവകയിൽ, നമ്മുടെ യൂണിറ്റിൽ, നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു മേശ ഉണ്ടാവുക? എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ളൊരു മേശ.